ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഏവരും കാത്തിരിക്കുകയാണെന്നറിയാം. ഏറെ വൈകിപ്പോയി എന്ന് എനിക്കറിയാം. അതിന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ക്ഷമാപണം നടത്തുകയാണ്. ചെറിയ തിരക്കിലായിപ്പോയി. ചെറിയ ഹോസ്പിറ്റൽ കേസുമൊക്കെ വന്നു പോയി. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിറകെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ. എന്തായാലും ഇന്ന് നല്ലൊരു അനുഭവമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. കോട്ടയക്കാരിയായ അമ്മ തൻ്റെ കൃഷ്ണാനുഭവം പങ്കുവച്ചിരിക്കുകയാണ്. കേട്ടു നോക്കിയാലോ ആ അനുഭവം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ കോട്ടയംകാരിയാണ്. ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. എനിക്ക് ഭഗവാന്റെ ഒരു അനുഭവം ഉണ്ടാകണം എന്ന് ഞാൻ മനസ്സിൽ ഓർക്കുമായിരുന്നു പല പ്രാവശ്യം. ഗുരുവായൂർ വന്ന് തൊഴുതിട്ടുമുണ്ട്. ഗുരുവായൂരപ്പനെ കാണാൻ പറ്റാതെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും, ഞാൻ കണ്ടില്ലേലും എന്നെ ഭഗവാൻ കണ്ടല്ലോ എന്ന് ഞാൻ ഓർത്ത് ആശ്വസിക്കും. കഴിഞ്ഞ ജനുവരി 17-ാം തീയതി ഞാൻ എൻ്റെ മകളും ആയിട്ട് തൊഴാൻ തീരുമാനിച്ചു. അങ്ങനെ ഗുരുവായൂരിൽ ഒന്ന് തൊഴാൻ തിങ്കളാഴ്ച പെട്ടെന്ന് എനിക്ക് ഒരു നിലഴി വന്നു. വയറിനകത്തുനിന്ന് ഉരുണ്ട കയറി. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ എനിക്ക് വരാൻ പറ്റുകയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നോർത്തു. ഇടയ്ക്ക് ഞാനങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് വരാൻ പറ്റുകയില്ലല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഭഗവാന്റെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി അങ്ങനെ ആ വേലാഴിയൊക്കെ മാറി. പിറ്റേ ദിവസം അതുപോലെ ആ സമയമായപ്പോൾ എനിക്ക് വീണ്ടും അങ്ങനെ വന്നു. ഞാൻ പിന്നെ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു. എനിക്ക് മരുന്ന് തന്നു. ഞാനപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് പോകാവോ, ഗുരുവായൂർ പൊക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ 9:30 ട്രെയിൻ കയറി. ഞങ്ങളവിടെ 2:30 വന്നു. പിന്നെ മുറിയെടുത്തു, അവിടെ കുളിച്ചു. ദീപാരാധന തൊഴുതാൻ ഞങ്ങൾ ഇറങ്ങി. ദീപാരാധന കണ്ടു, നല്ലവണ്ണം തൊഴുതു. നല്ലവണ്ണം ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതു. ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ശിവയുടെ സമയമായപ്പോൾ ഞങ്ങൾ ശിവയിലെയും കണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ വെച്ച് എനിക്ക് ഛർദ്ദിക്കാൻ വീണ്ടും വന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഭഗവാനെ അവിടെ പ്രാർത്ഥിച്ച് ശ്ലോകങ്ങളൊക്കെ മനസ്സിൽ ചൊല്ലി. എന്തായാലും എനിക്ക് 2-3 പ്രാവശ്യം എനിക്ക് അവിടെ വെച്ച് അങ്ങനെ വന്നു. ആ സമയമൊക്കെ ഞാൻ ഓർത്ത് അവിടെ എല്ലാം വൃത്തികേടാവുമല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ പേടിച്ചിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി എനിക്ക് ഗുരുവായൂരപ്പന് എല്ലാം എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് തൊഴാൻ സാധിച്ചു. അതുപോലെ ഞാൻ ഉണ്ണിയപ്പത്തിന് ആഗ്രഹിച്ചിരുന്നു. അന്ന് എനിക്ക് ആരോ ഒരാൾ എനിക്ക് ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ട്, വാന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ അതാരാണെന്നും എനിക്കറിയത്തില്ല. ഒരു ഇച്ചിരി പ്രായമുള്ള ഒരാളായിരുന്നു. ഞാനത് വാങ്ങിച്ചു, കഴിച്ചു. അങ്ങനെ സുഖമായിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങി. ഞങ്ങൾ വീട്ടിലോട്ട് പോരുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഭഗവാന്റെ അനുഭവങ്ങൾ ഇങ്ങനെ അക്ഷയപാത്രം പോലെ നിറഞ്ഞു കവിയുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ ഏവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്നാൽ പലരും അത് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നില്ല. പലർക്കും പങ്കുവയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയാണ്. സത്യത്തിൽ നമുക്കൊരു ഭഗവാന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ പേര് പറയാതെങ്കിലും പങ്കുവയ്ക്കുകയാണെങ്കിൽ ഭഗവാനിലുള്ള വിശ്വാസവും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നെയും നാളെ ഭഗവാൻ ഒരിക്കൽ ഇതുപോലെ രക്ഷിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുമുണ്ട്, എൻ്റെ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ഭക്തിയുടെ വെളിച്ചമാണ് നൽകുന്നത്. നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വഴി നമ്മൾ പോലും അറിയാതെ ചെയ്യുന്നൊരു വലിയ പുണ്യം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ അയക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ചാനലിന് താഴെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നൽകാനും മടി കാണിക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. തീർച്ചയായിട്ടും അതും കൂടി പ്രതീക്ഷിക്കുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു.
രാധേ രാധേ ശ്യാം. താങ്ക് യു.